അന്നുള്ളവർക്ക് ചെയ്യാൻ വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള വിളവുള്ള മണ്ണുണ്ടായിരുന്നു. കാര്യം വെച്ചാൽ ഒരു മോഹനം എടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 പോട്ടെ ഒരു 50 പാട്ട്. ഇന്ന് മോഹനരാഗത്തിൽ ഗപദ എന്ന് പിടിച്ചാൽ അത് മറ്റേ പാട്ട്, സരി ഗ എന്ന് പിടിച്ചാൽ വേറെ പാട്ട്, സദ സ എന്ന് പറഞ്ഞാൽ വേറൊരു പാട്ട്. ഇത് നമ്മളൊരു ചെറുപ്പമുണ്ടല്ലോ, പിന്നെ പഠിത്തം, അറ്റ്ലീസ്റ്റ് നമ്മളൊരു PSC എങ്കിലും മിനിമം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തും ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതിൻ്റെ കടമ്പകൾ അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക്കുകൾ നമുക്കറിയാം. ഇതിൻ്റെ എക്സിസ്റ്റൻസ് ആണ് മെയിൻ പ്രശ്നം. എങ്ങനെ ഞാൻ സർവൈവ് ചെയ്യും, എനിക്ക് മന്ത്ലി ഇൻകം ഉണ്ടോ എന്നുള്ളതൊക്കെ ആയിരിക്കും പല ആലോചനയും വരുന്നത്. എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന കുറേ പാട്ടുണ്ട്. അതാണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാട്ടുകൾ ഇപ്പോൾ ഉയരേ കൊള്ളില്ലേ. അതെ അതെ, എന്തുമാത്രം പാട്ടുണ്ട്, ഉയരേ കൊള്ളത്തില്ലേ. ഇതൊക്കെ ഇപ്പോഴത്തെ അഞ്ജലി കൊള്ളത്തില്ലേ. പിന്നെ ഇന്ന് വരുന്ന പാട്ടുകളുമുണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട്. അതെ, സിനിമ ഡിമാൻഡ് ചെയ്യണമല്ലോ ഒരു പാട്ട് ഈ സിറ്റുവേഷനിൽ വേണം എന്നുള്ളത്. ഫ്യൂഷനെ നമ്മൾക്ക് എങ്ങനെയാണ് ചേട്ടാ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഒരു ഒരു കൃത്യമായ ഡെഫിനേഷനൊന്നും അല്ല കേട്ടോ, ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ളൊരു ഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ഫ്യൂഷൻ എന്താണെന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്ത ഒരു പ്രോജക്റ്റ്. ഇപ്പോൾ ഇറങ്ങാൻ പോകും, ഈ 30-ാം തീയതിക്ക് ശേഷം ഇറങ്ങും. പേര് സോർ. ZOR. ചേട്ടൻ്റെ ചാനലിൽ തന്നെയാണ് വരുന്നത്? എൻ്റെ ചാനലിൽ തന്നെ. അതാണ് ഫ്യൂഷൻ. അതിനും വ്യത്യസ്തമായിട്ടുള്ള ഫ്യൂഷനും ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഫ്യൂഷൻ ഗ്രൂപ്പുകളെല്ലാം വളരെ കുറവാണ്, പക്ഷേ ഇൻസ്ട്രുമെൻ്റൽ ഫ്യൂഷൻസ് കുറവാണ്. ഇപ്പോൾ സ്റ്റീഫൻ ദേവസി, ബാലഭാസ്കറിൻ്റെ ഫ്യൂഷൻ ഗ്രൂപ്പായിരുന്നു. പിന്നെ ശക്തി, ഇപ്പോൾ നമുക്ക് ഗ്രാമി നമ്മുടെ ഇന്ത്യക്ക് സമ്മാനിച്ച ഒരു ഫ്യൂഷൻ ഗ്രൂപ്പ്. അങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ ഫ്യൂഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ ഇവരൊക്കെയാണ്. അല്ലാത്തതെല്ലാം സോളോ പ്രോഗ്രാംസ്. അപ്പം ഞാനിപ്പോൾ ഒരു പരിപാടി, കല്യാണ പ്രോഗ്രാമിന് എൻ്റെ പ്രോഗ്രാമുണ്ട്. അത് ഞാൻ നമ്മുടെ ഓൺ കോമ്പോസിഷൻസ് ഫ്യൂഷൻസ് വായിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഫ്യൂഷൻ പരിപാടി ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഞാനത് വായിക്കുന്നത് ഞാൻ സോളോ പ്രോഗ്രാം, എൻ്റെ പാട്ട് ഞാൻ കുറച്ച് ഇത് വായിക്കുന്നു. ആ ഫ്യൂഷന് ശരിക്കും നമ്മൾ ഒരു ഓൺ കോമ്പോസിഷൻ ഒരു കോൺസെപ്റ്റ് പോലെ ചെയ്യും. എല്ലാ മ്യൂസിക്കും ഈ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ചേരാത്തത് ചേർക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പം ഇവിടെ ഒരു ചുവപ്പ്, ഇവിടെ ഒരു പച്ച, ഇവിടെ ഒരു മഞ്ഞ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു കളറാക്കി ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പല ജോണേഴ്സിനെ നമ്മൾ ഒന്നിച്ചു കൂട്ടി അതിനെ വളരെ ലയത്തോടും നമ്മുടെ ഭയങ്കര ഇങ്ങനെ ഒരുമയോടും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ച് എന്താണെന്ന് കാണിക്കുന്നതാണ് ഫ്യൂഷൻ. എൻ്റെ ഇതിൽ ഇനി വേറെ ഡെഫിനിഷൻസ് എല്ലാം ഇഷ്ടംപോലെ ഉണ്ടാവും. ഞാൻ എൻ്റെ സാഹിത്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, പലർക്കും പല വെർഷൻ ഉണ്ട്. ഇത് മ്യൂസിക് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടുതൽ. തീർച്ചയായിട്ടും എല്ലാ ജോണേഴ്സിനെ ഒന്നിച്ച്, അതായത് എല്ലാ ജോണേഴ്സും വേണം ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ. എല്ലാ ജോണേഴ്സും എന്ന് ഉദ്ദേശിക്കുന്നത് ഈസ്റ്റേൺ വെസ്റ്റേൺ. ഇപ്പോൾ നമ്മളൊരു ലൈവ് പെർഫോമൻസ് വരുമ്പോൾ ഒരു വോക്കലിസ്റ്റുകൾ ഉണ്ടാവും, കുറച്ച് ആൾക്കാരുണ്ടാവും, ആർട്ടിസ്റ്റുകളുണ്ടാവും. അപ്പം ശരിക്കും ഇതിന് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട്, ഇപ്പോൾ വയലിൻ ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ട്, എല്ലാ ഇൻസ്ട്രുമെൻറ്റിനും ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന രീതി ഉണ്ടല്ലോ. അപ്പം മേ ബി അത് ഇന്ന ആളുടെ ഷോ എന്നുള്ളതായിരിക്കും അറിയുന്നുണ്ടാവുക. അയാൾ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ്. അല്ല, എന്തുകൊണ്ടാണ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ സത്യം പറഞ്ഞാൽ ഈ ഹൈലി കാലിബറുള്ള ആൾക്കാരാണ്, ടാലൻറ്റഡ് ആണ്. അപ്പോൾ നമ്മളതെങ്ങനെ, ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ TM കൃഷ്ണയുടെ കോൺസേർട്ട്, ഞാനിപ്പം റീസെൻ്റ്ലി മൂപ്പരുടെ കോൺസേർട്ട് ശ്രദ്ധിക്കുമ്പോൾ അതിൽ പണ്ടൊക്കെ ഘടമൊക്കെ വായിക്കുന്നൊരു പിന്നിലൊക്കെ ഇരുന്നിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, പൊസിഷൻ തന്നെ അലൈൻമെൻറ്റൊക്കെ മാറ്റം വരുത്തി, ഒപ്പം വരുത്തുക. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഇവരെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒക്കെ TMൻ്റെ കൂടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളെ ഒക്കെ കർണാടിക് അറിയാത്ത ഒരു അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാത്ത അറിയണം എന്നില്ല, ആസ്വാദകരുണ്ടല്ലോ, ആസ്വാദകർക്കാണ് അറിയണവരെക്കാളും കൂടുതൽ അറിവുള്ളത്. അപ്പോൾ ആ ഒരു അലൈൻമെൻറ്റ് ഉണ്ടാകും, നമുക്കതിനൊരു ഇത് കിട്ടും. ഓക്കെ, എല്ലാവരും ഈക്വലി അറിയുന്നുണ്ട് പേരുകൾ. അപ്പോൾ ഈ പുറകിൽ നിൽക്കുക എന്ന് പറയുന്നൊരവസ്ഥ തന്നെ, പിന്നെ അവരുടെ പേര് അല്ലെങ്കിൽ പറയാതിരിക്കുക, അല്ലെങ്കിൽ പറയാതിരിക്കുക എന്നുള്ളതല്ല, അറിയപ്പെടാതിരിക്കുക എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ശരിക്കും അതിലെങ്ങനെ ഒരു മാറ്റം വരുത്താൻ പറ്റും? ഇല്ല, അത് മാറ്റം വരുത്തേണ്ട ആവശ്യമല്ല. നമ്മളൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ TNS എന്ന് പറയുന്നത് ഗസൽ പോലെയാണ് നമ്മുടെ കർണാടിക് പാടുന്നത്. അതെ, പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ വായിക്കുന്നത് അത്രയും പ്രാഗൽഭ്യം ചെയ്യുന്നവർക്കേ വായിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ പേരിലുള്ള രാഗങ്ങൾ വരെ ഉണ്ട്. എന്ന് വെച്ചാൽ രാഗങ്ങൾ ഇപ്പോൾ TNS തോടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരോട് വായിക്കുന്നത് എങ്ങനത്തെ പുലികളാണെന്നുള്ള കാര്യം അത്യാവശ്യം ഇപ്പോഴുള്ള തലമുറകൾക്കറിയാം. മുമ്പാണ് അത് ബാക്കിയിരുന്ന് വായിക്കുന്ന ആളാണ്. ഇപ്പം ബാക്കിയിരുന്ന് വായിച്ചാലും വായിക്കുന്ന ആരാണെന്ന് വെച്ചാൽ കൈയടി കിട്ടിക്കോളും.
അതിനകത്തൊരു കോംപ്ലക്സ് ഒന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, കോംപ്ലക്സ് അല്ല ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞു വന്നില്ല. അത് കോംപ്ലക്സ് എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഈഗോയാണത്. കാര്യം ഞാൻ പുറകെ ഇരുന്ന് വായിക്കുന്നു. ഇപ്പം ഒരാളുടെ ഷോയ്ക്ക് എന്നെ വിളിക്കുവാണ്, ഇപ്പോൾ സുജിതയുടെ ഷോയ്ക്ക് എന്നെ വിളിക്കുവാണ്, ഞാൻ നിങ്ങളുടെ കൂടെ കയറി നിന്ന് വായിക്കണമെന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ ഭയങ്കരനായിരിക്കും, നിങ്ങളെക്കാൾ വലിയ ആളായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് എന്നെ വേണം എന്നുള്ളത് കൊണ്ടാണ് ആ ഷോയ്ക്ക് വിളിക്കുന്നത്. അപ്പം ഞാൻ എന്നെ വിളിക്കുന്ന ആരോ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ. കാരണം ഇപ്പം എൻ്റെ പേരിലൊരു ഷോ, ഞാൻ വിളിക്കുന്ന ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാനും എന്നെ ബാക്ക് ചെയ്യാനുള്ളതാണ്. പക്ഷേ എൻ്റെ മര്യാദയാണ് അവരെ ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് നിർത്തുക എന്നുള്ളത്. അതെല്ലാവർക്കും ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും അവരെ എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവരെയും നന്നായിട്ട് പരിചയപ്പെടുത്തുകയും അവരെയൊക്കെ സ്പേസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ വേറെ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചെറിയ പ്രശ്നങ്ങൾ. വേറെ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇതാകുന്നുണ്ട്. അതായത് ഇപ്പോൾ ബാൻഡാണേലും ഷോയ്ക്കാണേലും വായിക്കുന്ന കാര്യങ്ങളെല്ലാവരും ചേർത്ത് നിർത്തുന്നുണ്ട്. ബാക്കി ചില കാര്യങ്ങൾ, അതായത് മെയിൻ ചില കാര്യങ്ങളിൽ മാത്രം അവരോട് ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. അത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആൾക്കാരും എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഇതിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അവർ റെക്കഗ്നൈസ് ചെയ്യപ്പെടുക എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പഴയ ആൾക്കാർ, ഇപ്പോൾ ഈ പറഞ്ഞില്ലേ നമ്മുടെ ആ ഒരു TNSൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിരയിലോട്ട് മാറിയെന്ന് പറഞ്ഞില്ലേ, ആ മാറേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ ചെവിക്ക് കേൾക്കുന്നതാണ് നമ്മൾ ആസ്വദിക്കുന്നത്, ചുമ്മാ കാണുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ അത്. ഇപ്പോൾ ഒരു TV ആ ഒരു സാധനം നേരിട്ട് കേൾക്കുമ്പോഴാണ് പുറകിലിരിക്കുന്നതെന്ന് തോന്നുന്നത്. നമ്മളത് വീഡിയോ ചെയ്യുമ്പം ഇവർ വായിക്കുന്ന സാധനങ്ങൾ ഇവരെയും ഫോക്കസ് ചെയ്യാറുണ്ട്. എന്ന് പറയുമ്പോൾ പുള്ളിയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് വീഡിയോ കാണുമ്പോൾ നമുക്ക് ആ ഫീൽ വരത്തില്ല. നേരെ കച്ചേരിക്ക് ചെന്നിരിക്കുക, നമ്മൾ അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ മതി. അവിടെ നമ്മുടെ കണ്ണുകളല്ലേ കാണുന്നത്, അത്രേ ഉള്ളൂ. ഇപ്പോൾ സിനിമ ഗാനങ്ങൾ രാഗത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ട്. ഇപ്പോൾ പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ പറയാം? എന്നെ തെറി പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയൊന്നും എനിക്ക് അതിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അല്ല, എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു കാര്യമാണ്. പല സെലിബ്രിറ്റി മ്യൂസിക് ഡയറക്ടേഴ്സ് വരെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഓൾഡ് ഈസ് ഗോൾഡ്, അതായത് അന്ന് വെച്ചാൽ അവരുടെ പാട്ടുകൾ കൊള്ളൂല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാനിത് ആരെയും ഇൻസൾട്ട് ചെയ്യാനല്ല കേട്ടോ, എൻ്റെ ഒരു ചോദ്യമാണ്. അവരുടെ പാട്ടുകൾ കൊള്ളില്ലേ? ഇപ്പോഴത്തെ പാട്ടുകൾ മോശമാണോ? ഒരു വിഭാഗങ്ങൾ പറയും മോശമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നുള്ളവർക്ക് ചെയ്യാൻ വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള വിളവുള്ള മണ്ണുണ്ടായിരുന്നു. കാര്യം വെച്ചാൽ ഒരു മോഹനം എടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 പാട്ട് പോട്ടെ, ഒരു 50 പാട്ട്. ഇന്ന് മോഹനരാഗത്തിൽ ഗപദ എന്ന് പിടിച്ചാൽ അത് മറ്റേ പാട്ട്, സരി ഗ എന്ന് പിടിച്ചാൽ വേറെ പാട്ട്, സദ സ എന്ന് പറഞ്ഞാൽ വേറൊരു പാട്ട്. ഇന്റർപ്രിട്ടേഷൻസ് വന്നു കഴിഞ്ഞു നിറയെ. ഇനി അതിനകത്തൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഏതെങ്കിലുമായിട്ടുള്ള സാമ്യം ഉണ്ടാവും. ഇതിന് അല്ലാതെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇന്നും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പൊയ്കയിൽ തരാരാര എന്നല്ല ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരും അവരൊക്കെ നമ്മൾ ഒരു കമ്പോസർ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തോട്ടുള്ള ആൾക്കാരാണ്. ഒരു സാധാരണക്കായ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു മോഹനം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് അങ്ങനെയൊക്കെ ഉള്ളൂ. അത് ഏതെങ്കിലുമായിട്ടുള്ള സാമ്യം ഉണ്ടാവും. പിന്നെ മുമ്പുള്ളവർ ചെയ്തിരുന്നത് നല്ല ലിറിക്സ് ഉണ്ടായിരുന്നു, നല്ല സംഗീതം ചെയ്യാനുള്ള കഴിവുള്ളവരായിരുന്നു. അന്ന് വായിക്കുന്ന ആൾക്കാരും ഉഗ്രനായിരുന്നു. ഇന്നുള്ളവർ ഉഗ്രനെന്നല്ല ഞാൻ പറഞ്ഞു, മിനിമം അപാര കഴിവുള്ളവരായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. മ്യൂസിക് ഡയറക്ടർ പോസ്റ്റ് എന്ന് പറയുന്ന കാര്യത്തിന് അടിസ്ഥാനപരമായിട്ടൊരു ആഠ്യത്വം ഉണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ അവരായിട്ട് ജീവിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ ആരെയും എൻ്റെ പാട്ട് ഇത് വേണ്ടെങ്കിൽ വേണ്ട, അവർ പാട്ട് ചെയ്തിട്ട് കേൾപ്പിക്കും ഒരു സിനിമയ്ക്ക്. പിന്നെ അന്ന് പാട്ടുകളാണ് ചെയ്യുന്നത്, അതിൻ്റെ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് കുറേ പാട്ടുകൾ, ഇപ്പം എനിക്കിഷ്ടമുള്ള പാട്ട്, എൻ്റെ മനസ്സിൽ വരുന്ന പാട്ടുകൾ ഞാൻ ചെയ്ത പാട്ടുകളല്ല. അത് പാട്ട് കൊള്ളാഞ്ഞിട്ടല്ല, എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന കുറേ പാട്ടുണ്ട്. അതാണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാട്ടുകൾ ഇപ്പോൾ ഉയരേ കൊള്ളില്ലേ? എന്തുമാത്രം പാട്ടുണ്ട്, ഉയരേ കൊള്ളത്തില്ലേ? ഇതൊക്കെ ഇപ്പോഴത്തെ അഞ്ജലി കൊള്ളത്തില്ലേ? പിന്നെ ഇന്ന് വരുന്ന പാട്ടുകളുമുണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട്.
ഇതിപ്പോ എനിക്കൊന്ന് സിനിമയിൽ വന്ന വ്യത്യാസമുണ്ട്. സിനിമാ അത് ഗാനങ്ങള് ഞാൻ പറഞ്ഞു വരികയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വരുന്നത് സിനിമയ്ക്കാണ്. പിന്നെ സിനിമയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സിനിമയുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ടുകളാണ്. പാട്ടുകളാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് മ്യൂസിക്കിൽ കേട്ടല്ലേ വന്ന, അപ്പോൾ അതൊക്കെ ആ സിനിമയെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരുപാട് പേർക്ക് പലർക്കും ഇഷ്ടമല്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ മുക്കാല എന്ന് പറഞ്ഞൊരു പാട്ടിറങ്ങിയപ്പോൾ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ എൻ്റെ എന്നാ പാട്ടാണെന്നെല്ലാം ഇപ്പോൾ ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു പാട്ട് ആ പടത്തിലില്ലേ, പ്രഭുദേവയില്ല. അപ്പം സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് മ്യൂസിക്, സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പം ഒരു പാട്ട് പാടാനായിട്ട് ഒരാളെ വിളിക്കുകയാണ്, എനിക്ക് വേണ്ടതാണ് തരേണ്ടത്. അന്ന് മ്യൂസിക് ഡയറക്ടറിന് ഇഷ്ടമുള്ളതാണ് കൊടുക്കുന്നത്, അത് മേടിച്ചോളണം. ഇന്ന് ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും ഇഷ്ടമുള്ളതാണ് മ്യൂസിക് ഡയറക്ടർ കൊടുക്കുന്നത്. അവരുടെ ഇഷ്ടങ്ങളാണ് വലുത്, അവർ പറയുന്നത് ചെയ്തു കൊടുക്കണം. കാരണം വെച്ചാൽ അതിനു മാത്രം മ്യൂസിക് ഡയറക്ടേഴ്സായി, അതിനു മാത്രം സിനിമകളായി. അപ്പം ഓരോ സിനിമകളുടെയും ജോണേഴ്സ് അനുസരിച്ചാണ് മ്യൂസിക് കൊടുക്കേണ്ടത്. അപ്പം അത് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇന്നും നല്ല പാട്ടുകൾ ചെയ്യാനില്ലാത്തതിനിട്ടൊന്നുമല്ല, നല്ല പാട്ടുകൾക്കുള്ള സിറ്റുവേഷൻസ് ഇല്ല. ഏത് പടത്തിലാണ് ഉള്ളത്? ഇപ്പോൾ അവരെയൊന്നും കുറ്റം പറയരുത്, ഒരു മ്യൂസിക് ഡയറക്ടേഴ്സിനെ കുറ്റം പറയരുത്. നല്ല പടത്തിന് വേണ്ടിയിട്ടുള്ള, ആ പടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല. അതെ, സിനിമ ഡിമാൻഡ് ചെയ്യണമല്ലോ ഒരു പാട്ട് ഈ സിറ്റുവേഷനിൽ വേണം എന്നുള്ളത്. അതെ. പിന്നെ മ്യൂസിക് ആണെങ്കിലും ഇപ്പോൾ ജോൺസൺ മാഷൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ള ആ ഒരു രീതിയിലുള്ള പടങ്ങളല്ല. അവരെയൊക്കെ നമുക്ക് കണ്ടിപ്പോഴും ഇതിനകത്തും അഡോപ്റ്റ് ചെയ്യാവുന്ന മ്യൂസിക്കുകളാണ് അന്ന് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇന്ന് സൗണ്ട് എഫക്ട്സിൻ്റെ ഭയങ്കരമായിട്ടുള്ള, അന്നൊന്നും അത്രയും വരത്തില്ല സൗണ്ട് എഫക്ട്സ് ഉണ്ടെങ്കിലും, ഇന്നെന്ന് വെച്ചാൽ നമ്മളുടെ സൗണ്ട് എക്സ്പീരിയൻസ് തന്നെ മാറി. അപ്പോൾ അതിൻ്റെതൊക്കെ വ്യത്യാസങ്ങളാണ് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്, സിനിമാ സംഗീതത്തിൽ വന്നിരിക്കുന്നത് അതിൻ്റെ വ്യത്യാസങ്ങളാണ്. അല്ലാതെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ അടുക്കെ പറയുമ്പോൾ മൈക്കൽ ജാക്സൻ്റെ പാട്ടിൻ്റെ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു സാധനം ചെയ്യുന്നത് ഞാൻ ചെയ്ത് കൊടുക്കും. അത് 100 പേര് പറയും കോപ്പിയാണെന്ന്, പക്ഷേ ഞാൻ ഇൻസ്പയർ ചെയ്തേ ചെയ്യത്തുള്ളൂ, ഒരിക്കലും അത് കണക്ക് എടുക്കത്തില്ല. പക്ഷേ അതെൻ്റെ കടമയാണ്. എനിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിലും, എനിക്കൊരു പടം കിട്ടണമെന്നുണ്ടെങ്കിലും, ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസറോ പറയുന്ന പാട്ട്, ആ രീതിയിലുള്ള പാട്ട് ചെയ്തില്ലെങ്കിൽ അവൻ കട്ടാണ്. എക്സിസ്റ്റൻസിൻ്റെ ഒരു അന്നൊന്നും ഞാൻ കേട്ടിട്ട് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ആരവണയിലെടുത്ത് കേട്ട് നോക്കൂ, ആരവണ എടുത്ത് ചോദിച്ചു നോക്കൂ, അവരൊന്നും ഒരു പടത്തിന് വേണ്ടിയിട്ട് 200ഉം 100ഉം 50ഉം ട്യൂണൊന്നും ഉണ്ടാക്കിയിട്ടില്ല, 7, 8 ട്യൂണൊന്നും ഉണ്ടായിട്ടില്ല. ഒറ്റ ട്യൂണാ സ്റ്റുഡിയോ വരുമ്പോൾ കേട്ടോ. ഇന്നിപ്പം ഒരു സിനിമാ സംവിധായകൻ, സംഗീത സംവിധായകർ, ലിറിസിസ്റ്റ്, ഇവരെല്ലാവരും ഒരുമിച്ചിരുന്നുള്ളൊരു ഡിസ്കഷൻ, അറ്റ്ലീസ്റ്റ് ത്രൂ ദ വാട്സപ്പെങ്കിലും അവർക്ക് ആ ഒരു ഡിസ്കഷൻ അവർ ചെയ്തിട്ട് ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഒരു കാര്യം, ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തു, ലൈഫ് ഓഫ് മാൻഗ്രോവ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ എക്സ്പീരിയൻസ് ആയിരിക്കും ടോട്ടലി എല്ലാവർക്കും. കാരണം ഇപ്പോൾ എഴുതുന്ന ലിറിക്സിസ്റ്റുകൾ ആരും മോശക്കാരല്ല, എല്ലാവർക്കും നല്ല കഴിവുള്ളവരാണ്, ഉഗ്രനായിട്ട് എഴുതുന്നവരാണ്. കാര്യം ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും ഞാൻ പറയുന്നില്ലേ, അവരോടും മ്യൂസിക് ഡയറക്ടർ മോശമായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഇത് പണി അറിയാമെത്തവരും ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ഡയറക്ടർക്ക് എന്ത് വേണമെന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയും. അപ്പോൾ പറയുമ്പം ആ ലിറിക്സ് ഇഷ്ടപ്പെടാതെ ലിറിക്സ് മാറ്റിയ കാര്യങ്ങൾ എനിക്കറിയാം, അത് നന്നായിട്ട് എഴുതിയിട്ടുള്ള ലിറിക്സ് മാറ്റിയ കഥകളറിയാം. അതിൽ ആ ലിറിക്സിനൊന്നും യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റുകളോ കാരണവുമില്ല. കാരണം അവർക്കത് ആ പടത്തിന് പറ്റിയില്ല. അതാണ് ഇപ്പോൾ നടക്കുന്നത്. മുമ്പ് അങ്ങനെയൊന്നുമില്ല. ഒരു പേപ്പർ കഷ്ണത്തിൽ എഴുതി അവിടെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വയലാറൊരു ഇതിട്ടിട്ട് പാടിയിട്ട് പോയ ആ പാട്ടാണ് സൂപ്പർ ഹിറ്റ്. ഇന്നങ്ങനെയല്ല, ഇവിടുത്തെ വരികൾ ഇങ്ങനെ തുടങ്ങണം എന്നുവരെയുള്ള ഓപ്ഷൻസാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല കേട്ടോ, അത് കാലത്തിൻ്റെ മാറ്റമാണ്. അല്ല, ആ മാറ്റം റിഫ്ലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കുകൾ കുറച്ച് കൂടുതലായിട്ട് വരാൻ തുടങ്ങി. ഇപ്പോൾ സിനിമയിൽ നമ്മൾക്ക് അവസരമില്ല, അല്ലെങ്കിൽ സിനിമയിൽ പാട്ടുകൾ കണ്ടമാനം ഇല്ല എന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് നമ്മുടെ ഇന്ത്യയിൽ ബോംബെയിലും മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് ഹിറ്റായി നിൽക്കുന്നത്. അവിടെ വാല്യൂ നല്ല കൂടുതലാണ്, അക്സെപ്റ്റൻസ് ഭയങ്കരമായിട്ടുണ്ട് ഇൻഡിപെൻഡൻറ്റ്. നമ്മുടെ കേരളത്തിലൊന്നും ഇങ്ങനെ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചെന്നൈയിലും വരാൻ തുടങ്ങി. ഉറപ്പായിട്ട് വരും. ഇനി ഒരു 5 വർഷത്തിനുള്ളിൽ അതിനൊരു വലിയ സാധ്യതയുണ്ട്. അത് ഇതുകൊണ്ടാണ്, അതായത് ഒരു ഭാഗം
എങ്ങനെയാണോ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ. പിന്നെ അതിനൊരു ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാൻ ആ പാട്ടിൽ പറ്റും. നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത്, എന്തൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാം, അത് പറ്റും. പിന്നെ ഹിറ്റാവാതിരിക്കുമൊന്നുമല്ല, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഓർക്കരുത് ഒരിക്കലും. ഞാൻ ഇടുന്ന പ്രോജക്റ്റുകളൊന്നും ഞാൻ ഹിറ്റാവണമെന്നും പറഞ്ഞ് ചെയ്യാറില്ല. ഒന്നുമില്ലെങ്കിലും ആവിഷ്കാരം മാത്രമല്ല, ഞാൻ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു തെളിവ്. പിന്നെ ചത്തു മലന്ന് കിടക്കാൻ നേരത്ത് ആരെങ്കിലും അല്ല ഈ വീഡിയോ എടുത്തിടണം, ഇത്രയൊക്കെ ആഗ്രഹങ്ങളുള്ളൂ. അതിൽ കവിഞ്ഞിട്ടുള്ള ഓരോ ആഗ്രഹങ്ങളും ഇല്ല. കാരണം വെച്ചാൽ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന മുഴുവൻ ബോണസാണ്. ഞാൻ ഓരോ കാര്യങ്ങളിലും ഓരോന്ന് ഞാൻ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് വരുന്ന ഒരാളാണ്. കാരണം എനിക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന ഈ ബോണസ്, നമുക്ക് ദൈവം തന്ന ഒരു ബോണസാണ് ഇതൊക്കെ. അപ്പോൾ എനിക്ക് ഈ തന്നിട്ടുള്ള ക്രിയേഷൻസ് വെച്ചിട്ട് എൻ്റെ ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് ഇവിടുന്ന് മേലോട്ട് പോകണം. മേലോട്ടല്ല, മണ്ണിലോട്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. കുറച്ച് പ്രോജക്റ്റ് ഉണ്ട്, ഞാൻ പുതിയ കുറേ പ്രോജക്റ്റുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഡ്രീമാണ്. അല്ല, ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റ് ഇപ്പം ചേട്ടനൊരു ഒരു മ്യൂസിക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടന് ഇഷ്ടമുള്ള ലിറിസിസ്റ്റിനെ വിളിച്ച് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അപ്പം നമ്മൾക്ക് വേണ്ട വരികൾ അവർ തരും. അവിടെയും ഞാനും സ്വാർത്ഥനാണ്. കാരണം വെച്ചാൽ ഞാൻ പറയുമ്പോഴും എനിക്ക് ഇങ്ങനെ വേണം, അത് ശരിയായില്ല, ഇത് ശരിയായില്ലെന്ന് പറയുന്നുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അത് ഇന്നത്തെ ജനറേഷൻ്റെയും ഇന്നത്തെ രീതിയുടെയും പ്രശ്നമാണ്. അത് ഞാൻ എന്നെ ഉൾപ്പെടെയാണ് തെറ്റ് പറയുന്നത്. കാര്യം നമുക്കത് സിങ്കല്ല, അത് അങ്ങനല്ല. അപ്പോൾ എല്ലാം ട്യൂണിട്ട് എഴുതലും കവിത എഴുതുന്നത് വളരെ കുറവാണ്. അത് കുറച്ച് റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് അവർ തന്നെ പറയാറുണ്ട്. അങ്ങനൊന്നുമില്ല. ഇപ്പം എനിക്കത് തോന്നിയിട്ടില്ല. ഒരു കമ്പോസർക്ക് പറ്റും. ഇപ്പം ലിറിസിസ്റ്റുകളാണെങ്കിലും മ്യൂസിക് അറിയുന്നവരാണെങ്കിലും അവരിപ്പോൾ ഏതെങ്കിലും രാഗങ്ങളൊക്കെ നമ്മളോട് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ടിൽ പോകാനുള്ളൊരു എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു മെൻ്റൽ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, തോട്ട് പ്രോസസ്സ് എങ്ങനെയായിരിക്കും? അവരങ്ങനെ രാഗത്തിൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ രാഗം നമ്മൾ അറിയാൻ മേത്ത രാഗമാണ് അതിൻ്റെ സാധന പാട്ടുകളോ അല്ലെങ്കിൽ ആ രാഗങ്ങളോ ആരുടെയെങ്കിലും ചോദിച്ച് മനസ്സിലാക്കും. ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയാം, അത്യാവശ്യം വിവരമുള്ള മ്യൂസിക് ഡയറക്ടർ അങ്ങനെയാണ്. ഒരു രുക്മാംബരി എന്ന് പറയുന്ന ഒരു രാഗത്തിൽ ഒരു പാട്ട് ചെയ്യാൻ പറഞ്ഞാൽ, ഈ രാഗം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ആ രാഗത്തിലുള്ളൊരു പാട്ടറിയാം. രവീന്ദ്രൻ മാഷ് പാടി കേട്ടിട്ടുണ്ട്. എന്ന് ആ രാഗത്തിൽ പാടി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. എൻ്റെ മുമ്പിൽ പാടിയിട്ടില്ല, പക്ഷെ അതിനകത്ത് നല്ലൊരു പാട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പാടി ശുഭതലതാളം വീണ്ടും, അത് അപ്പോൾ ഞാനത് കേൾക്കും, ആ പാട്ട് കേൾക്കുമ്പോൾ അത് സത്താണ് പുള്ളി ചെയ്തു വെച്ചിട്ട്. പിന്നെ വിവരമുള്ള കുറേ ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവർക്ക് ചോദിക്കട്ടെ, ഇത് ഏത് രാഗത്തിൽ ഇതിൻ്റെ പോക്കുകൾ എങ്ങനെയാണ്, ഇതിൻ്റെ പിടുത്തങ്ങൾ എങ്ങനെയാണ്, ഇതുമായിട്ട് ബന്ധമുള്ളവരങ്ങനെയാണ്. ഇപ്പം അറിയാൻ വയ്യാത്തവർക്ക് ആ പിടുത്തങ്ങൾ കേട്ടിട്ടൊരു കാര്യമില്ല. കുറേ രാഗങ്ങളും കുറേ കാര്യം എല്ലാവർക്കും എല്ലാം അറിയാൻ പാടില്ലല്ലോ. ഇപ്പം ഞാൻ നിങ്ങളുടെയൊക്കെ ചോദിക്കുവാണ്, ഇന്ന രാഗത്തിൻ്റെ അവരുടെ മെയിൻ പിടുത്തം എന്താണ്, ആ പിടുത്തം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാട്ട് ചെയ്യാം. പാട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമല്ല, ഇത് ഹിറ്റാക്കുക എന്നുള്ളതാണ് കാര്യം. അങ്ങനെയുള്ള ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ്. ഇപ്പം ഞാൻ പറയട്ടെ, ദീപക് ദേവ് എന്ത് ഹിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പുള്ളി കച്ചേരി ഒന്നും ചെയ്തൊന്നുമില്ല, പക്ഷെ ഇത് ഓരോരുത്തർക്ക് വിധിച്ചു വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല സെൻസിലാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത് രാഗം പഠിക്കണമെന്നൊന്നുമില്ല, ഇത് രണ്ടും രണ്ടാണ്. എന്നാൽ പുള്ളി ചെയ്തിരിക്കുന്ന എല്ലാം രാഗത്തിലുള്ള പാട്ടുകളാണ്. പുള്ളിയുടെ ഹിറ്റ് പാട്ടുകൾ എടുത്തു നോക്കിയാൽ എല്ലാം രാഗത്തിലാണ്. അപ്പം പാട്ട് ചെയ്യാനായിട്ട് കച്ചേരി ചെയ്യണമെന്നൊന്നുമില്ല, രാഗവും പഠിക്കണമെന്നൊന്നുമില്ല നമുക്ക്. പക്ഷെ ഒരു അറിവ് വേണം, ഒരു കർണാട്ടിക് അതിനെക്കുറിച്ച് കുറച്ച് അറിവ് വേണം. കർണാട്ടിക് അറിവില്ലേലും സിനിമാ സംഗീതം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഒരുപാട് ചെയ്യുന്നുണ്ട്. സിനിമാ സംഗീതം, സിനിമ എന്ന് പറയുന്നത് ആ സിനിമയ്ക്ക് വേണ്ടത് എന്താണ് അതാണ്, ഇമോഷനെ പോർട്രേ ചെയ്യും. അതെ, അത്രേ ഉള്ളൂ. അല്ലാതെ സിനിമയ്ക്ക് രാഗം അറിയാൻ വയ്യ, അതൊക്കെ ഈ കണക്കും കാര്യങ്ങളും എല്ലാം കച്ചേരിക്ക് മാത്രമാണ്. അതല്ലാതെ പിന്നെ ചിലപ്പോൾ ഫ്യൂഷനൊക്കെ ഉപയോഗിക്കും. അതല്ലാതെ കണക്കുകളും കാര്യങ്ങളും എല്ലാം ഹിന്ദു ഡിവോഷനിൽ ഉപയോഗിക്കും. വേറെ ഡിവോഷണൽസിനൊന്നും ഉപയോഗിക്കാറില്ല. കണക്കുകളോ കാര്യങ്ങളോ ഒന്നല്ല മ്യൂസിക്. അതെ. ഇപ്പം ഒരാൾ മ്യൂസീഷ്യൻ ആവുന്ന, ഇപ്പോൾ ഞാൻ നിർബന്ധിച്ചിപ്പോൾ എൻ്റെ എനിക്കൊരു മോനുണ്ട്, അവനെ ഞാൻ ആക്കാൻ പാടില്ല. എന്താണ് ഞാൻ പറയാൻ വരികയാണ്. അത് ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവൻ വയലിൻ പഠിക്കുന്ന ഇഷ്ടമാണ്, അല്ല ഇവൻ നാദസ്വരം പഠിക്കട്ടെ എന്ന് എനിക്കിഷ്ടമുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ കുട്ടിക്കൊരു ടേസ്റ്റ് വേണമല്ലോ, ഇത് ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മൾ. അതായത് ഒരു മ്യൂസിക് സെൻസ് വേണം. അതായത് ജെനുവിൻലി അങ്ങനെ ഒരാൾ ഒരു പാട്ട് കേട്ട്, ഇപ്പം എൻ്റെ മോൻ
അവന് കീബോർഡൊക്കെ പഠിക്കുന്നുണ്ട്. ആക്ച്വലി അവനിങ്ങനെ ടോയ്സ് ഗിറ്റാറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൊടുത്തതിൽ അതിൻ്റെ ഡീഫോൾട്ട് സോങ്സ് ഓഫ് ചെയ്തിട്ട് അവൻ തന്നെ അതിൻ്റെ കീസൊക്കെ ഞെക്കി നോക്കിയപ്പോഴാണ് നമ്മളൊക്കെ അവനിലെന്തോ ഒരു മ്യൂസിക് ഉണ്ട്, ഇത് സെൻസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത്. നമ്മൾ ചോദിച്ചു നിനക്ക് പഠിക്കണമെന്ന് ചോദിച്ചു, കീബോർഡ് പഠിക്കണം. 6 വയസ്സെന്തോ ഉള്ളൂ. അങ്ങനെ അവൻ പോയി പഠിച്ചു തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ ഒരു ഫിലിം സോങ് കേട്ടാലും ഓടിപ്പോയി വായിക്കാനൊരു മ്യൂസിക് ഉണ്ട്. അപ്പോൾ തെറ്റിക്കഴിഞ്ഞാലും അത് അവിടെ അങ്ങനെയല്ല, പിച്ച് തെറ്റാണ്, അങ്ങനെയൊക്കെ പറയാനുള്ളൊരു സെൻസ് ആ കുട്ടിക്കുള്ള. ഇതെനിക്ക് തോന്നുന്നു അതൊരു നമ്മൾ സയൻസ് പഠിക്കുന്ന പോലെ മാത്സ് പഠിക്കുന്ന പോലെ ഒരു മ്യൂസിക് അതൊരു മനുഷ്യൻ്റെ സെൻസാണ്. അത് മാത്രമല്ല, നമ്മൾ കൊച്ചിലെ തന്നെ നമ്മൾ അവരെ മ്യൂസിക് കേൾപ്പിക്കണം. അവർ കൊച്ചിലെ തുള്ളുമ്പോഴാണെങ്കിലും ഒരു പാട്ടിട്ട് കൊടുത്ത് തുള്ളുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനോട് അട്രാക്ഷൻ ഉണ്ടാവും. പിന്നെ അവരാണ് തിരഞ്ഞെടുക്കേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ഉന്തി കൊടുക്കണം. ആ ഉന്തി കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവർ ആ സമയത്ത് വന്നില്ലെങ്കിലും അവർ നല്ല മ്യൂസീഷ്യൻ ആകണമെന്ന് കുറച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സമയത്തോട്ട് അവർ അതിലോട്ട് എങ്ങനെയാലും വന്ന് വീഴും. ഉറപ്പായിട്ടും വീഴും. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലുള്ള അനുഭവം. അതാണ് ഇപ്പോൾ ശരിക്കും കുട്ടികളുടെ ഒരു, ഞാൻ ചേട്ടൻ്റെ കാര്യം തന്നെ ഞാൻ ചോദിക്കുന്നത് വിചാരിച്ചത്. അതായത് നമ്മളൊരു ചെറുപ്പമുണ്ടല്ലോ, പിന്നെ പഠിത്തം, അറ്റ്ലീസ്റ്റ് നമ്മളൊരു PSC എങ്കിലും മിനിമം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തും ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതിൻ്റെ കടമ്പകൾ അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക്കുകൾ നമുക്കറിയാം. ഇതിൻ്റെ എക്സിസ്റ്റൻസ് ആണ് മെയിൻ പ്രശ്നം. എങ്ങനെ ഞാൻ സർവൈവ് ചെയ്യും, എനിക്ക് മന്ത്ലി ഇൻകം ഉണ്ടോ എന്നുള്ളതൊക്കെ ആയിരിക്കും പല ആലോചനയും വരുന്നത്. പക്ഷേ അത് എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് മ്യൂസിക് പഠിച്ചാൽ മതിയെന്ന് ഞാൻ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ മ്യൂസിക് കോളേജിൽ പോകണമെന്ന് പറഞ്ഞപ്പം ഇവിടെ പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അവിടെ പഠിക്കുന്ന മ്യൂസിക് വീട്ടിൽ പഠിച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ജോലി അങ്ങനെയുള്ള, അപ്പച്ചനൊക്കെ അങ്ങനെയുള്ള ഒരു സ്കൂളിലെ ക്ലാർക്കായിരുന്നു. അപ്പോഴും ചേട്ടൻ ഇത് വിട്ടിട്ടില്ല മ്യൂസിക്? ഇല്ല, ഞാൻ ഡിഗ്രിക്ക് ചേർന്ന് മാന്യമായിട്ട് ഉഴപ്പി. ചിലതിനൊക്കെ മുട്ടയായിരുന്നു, ചിലതിനൊക്കെ ഇതാണ്. ഞാൻ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം അത് ചെയ്യരുതുമായിരുന്നു. കാരണം അതുകൊണ്ടുള്ള ഒരുപാട്, ഈ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളും നല്ല ഒരുപാട് നമുക്ക് പല ബന്ധങ്ങൾ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവരുമായിട്ടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നൊരു ധൈര്യമാണ്, ആരെങ്കിലും ഇല്ലെങ്കിൽ പൊട്ടയൊക്കെ അടിച്ചു വിടും. പക്ഷെ എന്നാലും അറിയാവുന്ന ഒരാളുടെ നിന്ന് പറയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കുറച്ചൊക്കെ മനസ്സിലാകുമെന്നല്ലാതെ. പക്ഷെ അത് ഒരു ആർട്ടിസ്റ്റിന് വേണ്ടത് വിദ്യാഭ്യാസം കൂടെയാണ്. നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ടെന്നല്ല, അവന് ലാംഗ്വേജും അവന് ഭാഷ കൈകാര്യത്തിനുള്ള കഴിവ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അത് അത്യാവശ്യം. കാരണം അവൻ്റെ കഴിവിനനുസരിച്ചുള്ള ആൾക്കാരൊക്കെ പോകണമെന്നുണ്ടെങ്കിലും അവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും ഇതൊക്കെ അത്യാവശ്യം. ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, നമ്മൾ ആ ഒരു ടൈം പീരീഡാണ് എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇവോൾവ് ചെയ്തു വരുന്നതിൽ ഏറ്റവും ടഫസ്റ്റ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവുന്നതിന് മുന്നേ, അതായത് അത് നമുക്ക് അങ്ങനെ ആഗ്രഹം വരാൻ കാരണം നമ്മുടെ വീട്ടുകാർ തന്നെയാണ്. നമ്മുടെ വീട്ടുകാരും നമ്മൾ പോയിട്ടുള്ള പരിപാടികൾ ഇന്നത്തെ പോലെ അല്ല. അന്നെന്ന് പറഞ്ഞാൽ കുറേ ഇപ്പോൾ ഭക്തിഗാനമേളയുടെ പൂരമായിരുന്നു. ബാലയിലാണ്. ഞാൻ ബാലയ്ക്ക് ആദ്യമായിട്ട് പോകുമ്പം 10ഉം 20ഉം പരിപാടികളാണ് ഒരു വർഷം. നാടകത്തിൻ്റെ റെക്കോർഡിങ്ങുകളും ഇഷ്ടം പോലെ. അതുപോലെ തന്നെ അന്ന് നമ്മുടെ ഇന്നിപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും കിട്ടുന്നില്ല. അപ്പം ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എവിടെ ചെന്നാലും കാസറ്റിൽ പാട്ടാണ്. ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പാട്ടും, അതായത് ഒരു ഓണപ്പരിപാടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കേൾക്കുന്ന, ഒരു അമ്പലം വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മുടെ അമ്പലം വന്നാൽ പോലും 2 ദിവസത്തിൽ കൂടുതലില്ല, അവിടെ പാട്ടുകളൊന്നും വെക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ. അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നോക്കിയാലും മ്യൂസിക്കേ ഉണ്ടായിരുന്നുള്ളൂ. ശരിയല്ലേ? അപ്പം നമുക്ക് അതിനോട്ടുള്ള ക്രേസാണ് കൂടും. നമ്മുടെ പരിപാടി 10 ദിവസം ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ അമ്പലത്തിലെ പ്രോഗ്രാംസ് ഒക്കെ. അതിലും വേറൊരു ഘടകമുണ്ട് ചേട്ടാ, നമുക്ക് ഈ സൗണ്ടിനെ ഇഷ്ടപ്പെടണം. അത് മ്യൂസിക് ആ ടോണിനെ ഇഷ്ടപ്പെടാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് വർക്കാവുള്ളൂ. പക്ഷെ എന്നാലും അന്നത്തെ കാലത്ത് നമുക്ക് ഇതൊക്കെ ഒരു കളിക്കാൻ, നമ്മൾ വെറുതെ ആണെങ്കിലും പോയി അവിടെ പോയി കിടന്ന് മെരളാനാണെങ്കിലും ഇതൊക്കെ ഭയങ്കര സുഖമുള്ള സാധനമാണ്. എൻ്റെ ചേച്ചി മാത്സ് ആണ് എടുത്ത് പഠിച്ചത്. അപ്പം അവൾക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല, ഇങ്ങനെ സൗണ്ടൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ പാടുന്ന കേൾക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കും സുജി എന്ന് പറയുന്നത് അടുത്ത്. ചേച്ചി അങ്ങനെ പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കും, എത്ര സമയം അവളുടെ ഒരു എന്നൊക്കെ പറയും. എന്നിട്ട് ഞാൻ പണ്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ചേച്ചിയുടെ സ്കൂളിൽ, ചേച്ചി +2 വേറെ സ്കൂളിലാണ്, അപ്പം
അവളുടെ സ്കൂളിലാണ് എൻ്റെ മത്സരം. അപ്പോൾ ഞാൻ ക്ലാസിക്കൽ കവിത റെസിറ്റേഷനൊക്കെ പോകുന്നുണ്ട് ഞാൻ. എനിക്ക് കവിത ചൊല്ലാനുള്ളൊരു ഇഷ്ടം അങ്ങനെ പോയേ. അപ്പോൾ സബ് ജില്ലയാണ്. ചേച്ചിനോട് ആദ്യമേ താക്കീത് ചെയ്തു. അതിന് 2 ദിവസം മുന്നേ ചേച്ചി വീട്ടിൽ വന്നു. അതേ അങ്ങോട്ട് നീ സ്കൂളിലേക്ക് വരുമ്പം എൻ്റെ അനിയത്തിയാണെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടും അതപ്പോൾ ചേച്ചിക്ക് ജയം തോൽവിയൊന്നുമല്ല ചേച്ചിയുടെ വിഷയം. താല്പര്യമില്ല. ചേച്ചിക്ക് ഇഷ്ടമല്ല. ചേച്ചി അന്നത്തെ ദിവസം അവരുടെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നു. ചേച്ചി താമസിക്കുന്ന ഈ സ്കൂളിൻ്റെ തൊട്ട് മുറ്റത്ത് അടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സിൽ അവൾ താമസിക്കുന്നത്. അപ്പോൾ അവൾ വേറൊരു അവർ ടീച്ചേഴ്സ് കുറച്ച് പേരുണ്ട് അവിടെ. ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ചേച്ചിനോട് റൂമിലേക്ക് എങ്ങാനും കയറി വന്നാൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റൂമിൽ പോയി ഇരുന്നോണം എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ആ ചേച്ചി ഒന്നല്ല ഇപ്പോഴത്തെ ചേച്ചി. ഇപ്പോഴത്തെ ചേച്ചി ഭയങ്കര മാറ്റമാണ്. അത് ഗ്രാജുവലി വന്ന. ഇപ്പം എന്നോട് ചേച്ചി നീ എങ്ങനെയെങ്കിലും ഒരു കച്ചേരി ചെയ്ത് കണ്ടാൽ മതി സുജി എന്ന് പറയും എൻ്റെ അടുത്ത്. അത്രത്തോളം മാറി. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞതാണ്, ഓരോ സമയങ്ങളാണ് അവർക്ക് ഇതിനകത്തോട്ട് വരാനുള്ള ഒരു ഇതുണ്ടാകും. നമ്മുടെ കുട്ടികൾക്കാണേലും എല്ലാവർക്കും അങ്ങനെയാണ്. അവർ ഒന്നെങ്കിൽ ഇൻസ്പയർഡ് ആകണം, അല്ലെങ്കിൽ അവർ തന്നെത്താൻ തന്നെ അവർക്ക് അതിനകത്തൊരു എന്തെങ്കിലും ഒരു സാധനം കേട്ടിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ ഒരു ആകർഷണം ഉണ്ടായി, അല്ലെങ്കിൽ അവരത് പഠിക്കാനുള്ളത് 10 പ്രാവശ്യം കേട്ട് അവർ എപ്പോഴും നടന്നു പോകുമ്പോഴൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ചില പാട്ടുകൾ പഠിക്കും, അത് മനസ്സിൽ കയറും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എൻ്റെ മക്കൾ. ഇതുവരെ എന്നെ അച്ഛൻ മ്യൂസീഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അവർക്ക് ഞാനിതുവരെ അവരുടെ ഒന്നും കോളേജിലൊന്നും പോയിട്ടില്ല. എനിക്ക് ഇപ്പോഴത്തെ ആൾക്കാരെ എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര ടാലന്റഡ് ആണല്ലേ വരുന്നത്. ഒന്നെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ അത് ഇതിനിടക്കുള്ള ആൾക്കാരൊന്നുമില്ല. ഏറ്റവും താഴത്തെ കടയിലും ഏറ്റവും മേലത്തെ കടയിലുള്ള ആൾക്കാരേ ഉള്ളൂ. എല്ലാവരും ഭയങ്കര ടാലന്റഡ് ആണ്. പിന്നെ പേടിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോൻ്റെ കാര്യം തന്നെ. ഇപ്പോൾ അവന് യുരുമ കേൾക്കുക അല്ലെങ്കിൽ അങ്ങനെ മ്യൂസീഷ്യൻസിനെ കേൾക്കുക എന്നുള്ളത് അവന് അവസരം ഉണ്ടല്ലോ. ഇപ്പം ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്, അവൈലബിൾ ആണ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. വേണ്ടവർക്ക് അത് ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. അത് കുറേയൊക്കെ കുഴപ്പങ്ങളും ഉണ്ട് കേട്ടോ. അത് ഈ പറഞ്ഞ ഈ സിനിമാ സംഗീതത്തിലുള്ള കുഴപ്പങ്ങളും അതാണ്. കാരണം എല്ലാ ജോണേഴ്സും വരത്തുമ്പിലാണ്. ഇതൊക്കെ ഡയറക്ടേഴ്സ് കേൾക്കുന്ന, മ്യൂസിക് ഡയറക്ടേഴ്സ് കേൾക്കുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പം അതൊക്കെ വേണമെന്ന് വാശി പിടിക്കുക. സിനിമയുടെ മേഖലയുടെ ഒരു സാധനം തന്നെ പോയില്ലേ. ആ ഒരു എന്താ പറയുന്നത്, അതിനുള്ള മ്യൂസിക് പാട്ടുകളൊക്കെ കുറഞ്ഞു വരുന്നു. ഒരു ഹോളിവുഡ് മോഡലായി വരും. അതെ, ഇപ്പം മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളിലേക്ക് അവർ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അധികം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും അത് ആണെന്ന് തോന്നുന്നു. അതെ, ഉറപ്പായിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഹിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതൊക്കെ ഓരോ മേളിരിക്കുന്ന ഒരാളുടെ. ഹിറ്റിനെ കുറിച്ചല്ല, ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ നന്നായിരുന്നാൽ അത് ഏതൊരു കാലത്തും ശ്രദ്ധിക്കപ്പെടും. അല്ല, ഇപ്പോഴത്തെ പ്രൊഡക്ഷൻസ് എല്ലാം നല്ലതാണ്. ഇപ്പോഴത്തെ പിള്ളേർ, ഞാൻ പറഞ്ഞില്ല, അതാണ് ഞാൻ പറയുന്നത്, സൗണ്ടിങ്ങിലും കാര്യങ്ങളിലുമാണ് ഇപ്പോൾ എല്ലാവരുടെയും, മ്യൂസിക്കിലല്ല. അവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ അതിലാണ്. പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ മ്യൂസിക്കിലും കൂടെ ശ്രദ്ധിക്കുന്ന കുറേ ആൾക്കാർ. പിന്നെ ചിലരുണ്ട്, ഇപ്പോൾ ബിജുവാലിനെ പോലുള്ളവർക്ക്, അവർക്ക് അവരുടേതായിട്ടുള്ള രീതി മതി എന്ന് പറഞ്ഞാൽ മീൻസ് അത് ഉഗ്രനാണ്. അത് അവർ സെൽഫായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ അവരിങ്ങനെ വാരിക്കോരി ചെയ്തൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകത്തും അവർക്ക് വരുന്ന കാര്യങ്ങളും വളരെ മെനയായിട്ട് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കുറേ, ഞാൻ പറഞ്ഞില്ല, പലരും വ്യത്യസ്തരാണ്. അതെ, ആർട്ടിസ്റ്റുകൾ തന്നെ ഒന്നൊന്നിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണല്ലോ. പിന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ കാര്യങ്ങളുള്ളൂ. ഈ മ്യൂസീഷ്യൻസിൻ്റെ കയ്യിലും മ്യൂസിക്കിൻ്റെ ആണെങ്കിലും എല്ലാവരും പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പുണ്യാളനായിട്ട് പറയുന്നതല്ല. മീൻസ് ഞാനൊരു ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി പറയുന്നതല്ല. കാര്യം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ്. പലരും തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, തമ്മിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഒരു സന്തോഷമില്ല. പരസ്പരം ഈഗോയും കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ മ്യൂസിക്കിന് പറ്റിയതല്ല. മനുഷ്യരാകുമ്പോൾ ഉണ്ടാവും, പക്ഷെ എന്നാലും അമിതമാവരുത്. അത് കാലഘട്ടം ഇപ്പം പഴയ കാലഘട്ടത്തിലായിരുന്നു കുറവ്. ഇപ്പോൾ അതിനേക്കാൾ അതിൻ്റെ ഇരട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മ്യൂസീഷ്യൻസ് തമ്മിൽ, പിന്നെ ഒരു പ്രത്യേക ആൾക്കാർക്ക് ഒരു വിഭാഗക്കാർക്ക് ഒരു വിഭാഗക്കാർക്ക്. ഇപ്പോൾ നമ്മളെയൊന്നും വിളിക്കാതാകുന്നതുകൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ എന്നെ ഇപ്പോൾ വിളിക്കുന്നവർക്ക് എന്നെ വിളിച്ചാൽ സന്തോഷം, വിളിച്ചില്ലെങ്കിലും സന്തോഷമില്ല. അവർ ചെയ്യുന്നത് നല്ലത് ഞാൻ ആസ്വദിക്കും. അപ്പോൾ എനിക്കുള്ളതല്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എന്നെ വിളിക്കുന്ന ഓരോ വർക്കുകൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നെ വിളിക്കാത്ത വർക്കുകൾ എൻ്റേതല്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കാരണം വെച്ചാൽ നമ്മളങ്ങനെ ആരുടെക്കലും ഒരു ഈഗോയോ ഓരോ ഇതോ കാണിച്ചിട്ട് എല്ലാവരെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക, മ്യൂസീഷ്യൻസിനെ ബഹുമാനിക്കുക, മ്യൂസിക് ഡയറക്ടേഴ്സിനെ ബഹുമാനിക്കുക, അവർക്ക് അവരുടേതായിട്ടുള്ള ബഹുമാനം കൊടുക്കുക, സ്നേഹം കൊടുക്കുക.
ഇതൊക്കെയുള്ളൂ ഈ മ്യൂസിക്കിൽ. ബാലൻസ് ആയിട്ടൊന്നുമില്ല. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും എല്ലാം കയ്യൊപ്പിട്ടിട്ട് പോവുക. നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെട്ട് പോവുക. ചിത്ര ചേച്ചിയുടെ കൂടെ ഉള്ള ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ ഒരു 7 വർഷത്തോളമല്ല പറയണ്ടല്ലോ. നമ്മുടെ വാനമ്പാടി പറയാൻ ഉള്ള അർഹതയില്ല. കാരണം അത്രയ്ക്കും ഭയങ്കര സിംഗർ. ഒരുപാട് എല്ലാ ലോകത്തുള്ള കുറേ കാര്യങ്ങളിൽ പോയിട്ടുണ്ട്. ചേച്ചിയെ കൊണ്ട് ഞാൻ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്നും പറഞ്ഞൊരു സാധനം പാടിച്ചിട്ടുണ്ട്. പാടിത്തന്നു ചേച്ചി. ചിത്ര ചേച്ചിയുടെ ചേട്ടന് ഭയങ്കര ഇഷ്ടം ഉള്ള ഒരു പാട്ട്? എനിക്ക് ഒരുപാട് പാട്ടുകളുണ്ട് ഇഷ്ടം. പക്ഷേ ചില പാട്ടുകൾ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. കഷ്ടപ്പെട്ട് വെറുതെ എന്തിനാണ് വായിക്കുമ്പോൾ അതേപോലെ എന്തെങ്കിലും ഒരു സുഖം വേണ്ടേ. എന്നാലും രാജഹംസം വായിക്കാം. പക്ഷെ ആണെങ്കിലും കുഴപ്പമില്ല, വായിക്കാം. അത് ഓർത്തെടുക്കണം. ഇതൊക്കെ എല്ലാം മറന്നിരിക്കുന്നതാണ്. അതാണ്. ചേട്ടാ, ഈ ഫ്ലൂട്ട് വായിക്കുമ്പോൾ നമ്മൾ ബ്രെത്ത് എക്സസൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എക്സസൈസ് ഉണ്ടല്ലേ? സാധാരണ എക്സസൈസ് ഉണ്ട്. ഞാനൊന്നും ചിലപ്പോഴൊക്കെ മുമ്പൊക്കെ ചെയ്യുമായിരുന്നു. സാധാരണ എല്ലാവർക്കും ഉള്ള എക്സസൈസ് തന്നെ. ഇങ്ങനെ നമുക്ക് ബ്രീത്തിങ് പവർ കൂട്ടും. അല്ലാതെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ എന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ഗഹനമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. കർണാടകത്തിൽ ചേട്ടന് ഇഷ്ടമുള്ള ഒരു രാഗം എന്തായിരിക്കും? കുറേ രാഗങ്ങളൊക്കെ ഇഷ്ടമുള്ള രാഗങ്ങളും വായിക്കാൻ സുഖമുള്ള രാഗങ്ങൾ വായിച്ചു വെറുതെ. ചാരുകേശിയൊക്കെ ഫ്ലൂട്ടിൽ കേൾക്കാൻ ഭയങ്കര രസമാണ്. ചാരുകേശി വായിക്കും. ഞാനൊരു രാഗം പോലെയല്ല വായിച്ച, ഒരു സുഖത്തിന് വേണ്ടിയിട്ട് വായിച്ചതാണ്. അത് പക്ക കർണാട്ടിക് ആര് വായിക്കുമ്പോൾ അത് വേറെ ആകും. അല്ല, ചാരുകേശിക്ക് അങ്ങനത്തെ ഒരു ലൈറ്റ് സ്വഭാവമുണ്ട്. എനിക്ക് ഉയരെ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ആ പല്ലവിയുടെ ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതാണ്, ഈ ഒരു ഫീലാണ് കിട്ടുന്നത്. അമ്മാ പസദ താരാര ടാര താരാര പദരീരി അത് അപ്പം അവിടെ വരുമ്പോൾ ആ വലിയ താ വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഒരു ചാരുകേശി റൂട്ടിൽ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പുള്ളി ഉണ്ടാക്കിയ ഏത് റൂട്ടിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട്.
അല്ല, കർണാട്ടിക് രാഗങ്ങൾക്ക് നമ്മൾ പറയുന്ന ഇപ്പോൾ ഗമകങ്ങളുടെ ഒരു ശക്തമായ പ്രയോഗങ്ങളൊന്നും സിനിമാ പാട്ടുകളിൽ ഡിമാൻഡ് ചെയ്യുന്നില്ലല്ലോ, ഒരിക്കലും ഒട്ടും ഇല്ലല്ലോ. ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളും സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഡിമാൻഡ് അതാ അങ്ങനെ. ഇപ്പം സംഗീതമേ, അപ്പോൾ ആ ഒരു സർഗം എന്ന് പറഞ്ഞ പടത്തിൽ മുഴുവൻ ആ ഒരു കർണാട്ടിക് സ്വഭാവം ഉള്ളത്. അതാ പറഞ്ഞ സിറ്റുവേഷനിൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാൾ കച്ചേരി നടത്തുന്നതൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ കുറേ പാട്ടുകൾ രവീന്ദ്രൻ മാഷ് തന്നെ ചെയ്തിട്ടുണ്ട്. ദേവസഭാതലം എന്നുള്ള കുറേ കാര്യങ്ങൾ. ആസ്പയറിംഗ് ആയിട്ടുള്ള കുറേ ഫ്ലൂട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടും ഒരു ഫ്ലൂട്ടിസ്റ്റ് എങ്ങനെ, അല്ലെങ്കിൽ ഒരു വിൻഡ് ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ എങ്ങനെ, അവരുടെ ഒരു കാഴ്ചപ്പാടുകൾ ഏതൊരു രീതിയിൽ ആയിരിക്കണം എന്ന ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ആയിരിക്കണം എന്ന ചേട്ടൻ്റെ ഒരു നാണം ഉണ്ടാവരുത്. ഒന്നാമത്തെ ഒരു ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നാണം ഉണ്ടാകാൻ പാടില്ല. മ്യൂസിക് അറിഞ്ഞിരിക്കണം, വിവരം ഉണ്ടാക്കണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഒരുപാട് കേൾക്കണം. നമ്മളെല്ലാ മ്യൂസിക്കിനെ കുറിച്ചും അത്യാവശ്യം കേട്ടിട്ടുള്ള വിവരം ഉണ്ടാവണം. ധൈര്യം, അത് അപ്ലൈ ചെയ്യാനുള്ള ധൈര്യം. എല്ലാവരും ബഹുമാനിക്കുന്നവരായിരിക്കണം, മ്യൂസീഷ്യൻസിനെ ബഹുമാനിക്കുന്നവർ. അതായത് തൻ്റെ കൂടെ ഉള്ള ഒരു മ്യൂസീഷ്യൻസിൻ്റെ വില മനസ്സിലാക്കാൻ അറിയാവുന്നവരായിരിക്കണം. പിന്നെ ആരെയും സ്വന്തമായിട്ട് അഭിപ്രായമുള്ളവനായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലൊരു മ്യൂസീഷ്യനാകും. അതിൽ ഞാനായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഭയങ്കരമായിട്ട് മ്യൂസീഷ്യനാകാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ഞാൻ ഒന്നിനെയും, ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയേ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് തെറ്റാണെന്ന് തോന്നുന്നു, ഞാനത് തെറ്റ് തന്നെ അംഗീകരിക്കാനായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, വിട്ടുവീഴ്ചയുള്ള സ്വഭാവം മ്യൂസീഷ്യൻസിന് നല്ലതാണ്. എനിക്കതൊന്നും ഇല്ല. മ്യൂസിക്കിനെ സ്നേഹിക്കുക ഭയങ്കരമായിട്ട്, അതിനെ ഇങ്ങനെ തോട്ടാക്കുക, ആ മ്യൂസിക്കുള്ളവരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, അങ്ങനെ വേണം. ഇപ്പോൾ ഫ്ലൂട്ട് നമ്മൾ ഒരു കർണാട്ടിക് എടുക്കുകയാണെങ്കിൽ ചേട്ടന് പ്രിയപ്പെട്ട, ചേട്ടനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നോക്കിയാൽ ആരൊക്കെ ആയിരിക്കും? കുടമാളൂരിൻ്റെ ഒരിടയ്ക്ക് ഞാൻ കുടമാളൂരിൻ്റെ ഒരുപാട് കേൾക്കുമായിരുന്നു. പിന്നെ അല്ലാതെ ജയന്ത് പുള്ളി എനിക്കിഷ്ടമാണ്. അങ്ങനെ വേറെ ഒന്ന് രണ്ട് അങ്ങനെ ഞാൻ കുറേ ഇപ്പോൾ ഈ നമ്മളെന്തെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണല്ലോ ഞാൻ ഇവരുടെയൊക്കെ സ്റ്റൈൽസും കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ അവരൊക്കെ പഠിക്കുന്നത്, ഇപ്പോൾ മനിയൻ്റെ മോനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവന് ഈ വാതാബി പഠിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ വാതാബി എടുത്ത് ഞാൻ കേട്ട്. കാര്യം ഞാനെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ വായിക്കുന്ന നമ്മൾ ഈ ലൈറ്റ് വായിച്ച് ഗമങ്ങളും കാര്യങ്ങളും എല്ലാം പോയി. കുറച്ചൊക്കെ വളരെ, എന്നാലും നമുക്ക് വരുത്താം എന്ന് മാത്രമേ ഉള്ളൂ. അതുമായിട്ടിരിക്കണം. ആ ഒരു സാധനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതിന് കച്ചേരി നടത്തണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളെടുത്ത് ഇവർ വായിച്ചതും കുറേ കാര്യങ്ങളെല്ലാം എടുത്ത് കുറേ. പിന്നെ ഇപ്പോൾ പറയുന്ന നവീനാണെങ്കിലും നമ്മുടെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും, ഇപ്പോൾ നിസ്സാരമായിട്ടൊരു നമ്മുടെ വിഷ്ണു വിജയ്, പുള്ളി നന്നായിട്ട് വായിക്കും, ക്ലാസിക്കൽ വായിക്കും. അപ്പം ഇപ്പോൾ സെഷൻ ആർട്ടിസ്റ്റുകൾ അത്യാവശ്യം എല്ലാം, അതിപ്പം നല്ല വലിയ ഭയങ്കരമായിട്ട് നിൽക്കുന്ന ലൈറ്റ് വായിക്കുന്ന ആൾക്കാരെല്ലാം കർണാട്ടിക് വായിച്ചിരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കിടുങ്ങിപ്പോകും. പക്ഷെ അതിന് വേണ്ടിയിട്ട് അതിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. കച്ചേരിക്ക് വേണ്ടി നടക്കുന്നവരുണ്ട്, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അവരുള്ള മറ്റുള്ളത് വായിക്കാനായിട്ട് അവർക്ക് പാടൊന്നുമില്ല, അവരത് ഇഷ്ടപ്പെടുന്നില്ല, ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഫ്ലൂട്ടിസ്റ്റുമാരെ ഇഷ്ടമാണ് എനിക്കങ്ങനെ. എൻ്റെ ഫേവറേറ്റ് മുമ്പ് തൊട്ടേ നവീനായിരുന്നു, പിന്നെ കമലാകർ. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പരസ് നല്ല ആർട്ടിസ്റ്റ്, ഹിന്ദുസ്ഥാനി കൂടുതലായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. അതെ, അതാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്. കർണാട്ടിക്കാണ്. പക്ഷെ എന്ത് പറഞ്ഞാലും നമ്മുടെ കർണാട്ടിക് ഭയങ്കര ശ്രേഷ്ഠമാണ്. കാരണം വെച്ചാൽ അത് പഠിച്ചവൻ എവിടെ പോയാലും, ഒരു അത്യാവശ്യം കുറച്ചൊന്ന് പഠിച്ചവൻ എവിടെ പോയാലും നിലനിൽക്കും. നമുക്ക് ആരുടെ മുമ്പിൽ കൂഞ്ഞേണ്ടി വരത്തില്ല. ചേട്ടൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റുകളൊക്കെ എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന അതിനേക്കുള്ള വഴികളാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫ്യൂഷൻസ്, പിന്നെ സ്വന്തം ഓൺ പ്രൊഡക്ഷൻസ്, ഓൺ കുറേ കോമ്പോസിഷൻസ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഒരു സിംഫണി പോലത്തെ ഒരു സാധനമുണ്ട്. സിംഫണി അല്ല, അത് കുറേ നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അതിൻ്റെ വയലിനൊക്കെ എടുത്തു കഴിഞ്ഞ് ബ്രാസ് എടുത്ത് ഇനിയിപ്പോൾ അതിൻ്റെ സോളോസ് എടുക്കാനുണ്ട്. അത് എൻ്റെ ഒരു ഡ്രീമാണ്. എന്നിട്ട് ഇപ്പോൾ തന്നെ കുറച്ച് പൈസ അധികമായി. ഞാൻ ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്
അതിനകത്തേക്ക് ഇങ്ങനെ കുറേശ്ശെ അതിനകത്തോട്ട് ഇനിയിപ്പോൾ എൻ്റെ സന്തോഷങ്ങൾ നമ്മൾ ഇത്രയും നാളും എല്ലാം ഓടിയില്ലേ, അപ്പം നമ്മൾ ഏകദേശം തീരാറായി. അല്ല, ഞാൻ തമാശ പറഞ്ഞില്ല, നമ്മൾ മനുഷ്യരായാൽ മരിക്കണം. ജനിച്ചാൽ സത്യമുള്ളതാണ് മരണം. അപ്പോൾ ആ തീരുന്നതിന് തീരുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. ആളി കത്തി നമ്മൾ ആരും ഭയങ്കരമായിട്ട് അംഗീകരിക്കുകയൊന്നും വേണ്ട. നമ്മൾ മരിച്ചു പോകുമ്പോഴെങ്കിലും പറയണം അത് ഉഗ്രനായിരുന്നു. സാധാരണ അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരുപാട് ഭയങ്കരപ്പെട്ട ആർട്ടിസ്റ്റുകൾ മരിച്ചിട്ടുണ്ട്. അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മരിച്ചതിന് ശേഷമാണ് എല്ലാവരും എന്തായിരുന്നല്ലേ, അവനൊരു ക്രെഡിറ്റ്സ് കൊടുക്കാൻ പോലും തയ്യാറാകാൻ ആൾക്കാരുണ്ട്. പല ആൾക്കാരും, ഞാൻ ആരെയൊന്നും പറയുന്നില്ല, മനസ്സിലായി. അപ്പം എനിക്ക് ക്രെഡിറ്റ്സ് ഒന്നും വേണ്ട. പക്ഷേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടാണ് പോയത്. നമ്മളുടെ വരുന്ന തലമുറകൾക്ക് ഉപകാരപ്പെടും. അത് നല്ലതാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഞാൻ നല്ലതാണെന്നൊന്നും പറയുന്നില്ല, നല്ലതാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ആർക്കും ശല്യമാകാതെ പോകണം. നമ്മൾ ഈ മ്യൂസീഷ്യൻസിൻ്റെ ഒക്കെ ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യുക, മറ്റന്നാളത്തേക്ക് വേണ്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കായിരിക്കണം എല്ലാം മേടിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. കാര്യം നമുക്കൊരു അനുഭവമുണ്ട്. ഒരു 3 വർഷം 4 വർഷം നമ്മൾ വെറുതെ വീട്ടിലിരുന്നൊരു സമയം, കോവിഡ് വന്നു. ഇനി അങ്ങനെ ഉണ്ടാകുമ്പോൾ ആരുടെ കയ്യിലും കൈനീട്ടാൻ ഇടവരുത്തരുത്. നല്ല ഇതുള്ള ആർട്ടിസ്റ്റായിട്ട്, അതായത് എന്താ പറയുന്ന ബാക്കപ്പുള്ള ആർട്ടിസ്റ്റുകളായിട്ട് ജീവിക്കണം. മറ്റുള്ളവരെ കാണിക്കാൻ ഒന്നും എടുത്തിട്ടൊരു കാര്യമില്ല. ആരും ഉണ്ടാകത്തില്ല ഒരു വീഴ്ചയിൽ. ആ വീഴ്ച വരാതിരിക്കട്ടെ എല്ലാവർക്കും നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. കൂട്ടത്തിൽ നിങ്ങളുടെ ചാനൽ വളരെ ഉയരങ്ങളിലെത്തട്ടെ. താങ്ക് യു. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഒരു മ്യൂസീഷ്യൻ്റെ ഒരുപാട് കാലത്തെ ഒരു യാത്രയാണ് ഞാനിരുന്ന് കേൾക്കുന്നത്. ഇത് എന്നെപ്പോലെ തന്നെ എനിക്കിപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത് കേൾക്കുന്നു. വേണമെങ്കിൽ നാളെ വിളിച്ച് എനിക്ക് ചേട്ടാ അന്നത്തെ കഥ ബാക്കിയൊന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ, എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കത് കേൾക്കാം. തീർച്ചയായിട്ടും. പക്ഷേ അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെടുന്നത് ഒരു മ്യൂസീഷ്യൻ അവരുടെ ഒരു യാത്ര എത്രത്തോളം അവരെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ചേട്ടൻ്റെ ഒരു യാത്രയുടെ. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇത്രയും നാൾ ഞാൻ ആണായിട്ടാണ് ഒരു ആർട്ടിസ്റ്റ്. ഞാൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം. ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ആരുടെയെങ്കിലും എനിക്കൊരു വർക്ക് തരണം അങ്ങനെയുള്ള രീതിയിൽ ഞാൻ ഇതൊന്നും അങ്ങനെ ചോദിക്കുന്നത് തെറ്റല്ല, ചോദിക്കണം ആർട്ടിസ്റ്റുകൾ. കാര്യം ഇപ്പോഴത്തെ കാലം അതാണ്. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള ഇതുണ്ടായിരുന്നു. ഞാൻ ജീവിക്കുന്നത് ആണായിട്ട് ജീവിച്ച് ആണായിട്ടാണ് മരിക്കാൻ പോകും. അങ്ങനെ ആയിരിക്കണം നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ആൾ എന്നുള്ളതല്ല. അതെ അതാണ് ഞാൻ പറഞ്ഞത്. അതല്ല നമ്മളുടെ മ്യൂസിക്കിനെ സ്നേഹിക്കുക. അതെ, അല്ല ചേട്ടൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചേട്ടൻ്റെ മ്യൂസിക്കാണ് എല്ലാം എന്നുള്ളത്. അതെ, അപ്പോൾ ചേട്ടൻ അതിൽ അവയർനെസ് ഉണ്ടാക്കാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്, അനുഭവങ്ങൾ ഉണ്ടാക്കാൻ അതിലെ പോലെ തന്നെ ഇരട്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് ചേട്ടൻ എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യൻ ഇപ്പം നമ്മളിപ്പം ഇരുന്ന് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും. ഏതായാലും എല്ലാവരും വളരെ യൂണിറ്റിയോടുകൂടി, അതായത് എല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടി മുമ്പോട്ട് പോട്ടെ, എല്ലാവരും സ്നേഹത്തോടുകൂടി സഹകരിക്കട്ടെ. തന്നെ ഇരിക്കട്ടെ. അല്ല, മനുഷ്യന് വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു ഘടകം വിവേകം കൂടി ഉണ്ടാവാനുള്ളൊരു കാര്യമായിരിക്കണം. ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ, വിവേകം എന്ന് പറയുന്നൊരു കാര്യമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ എന്നെ തിരിച്ചറിഞ്ഞാൽ എനിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളോട് ഇതിൻ്റെ ആവശ്യമില്ല. അതായത് ഓക്കെ എനിക്കിതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇതാണ്, ഇത് രണ്ടും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് അടുത്ത് നിൽക്കുന്ന ആളെ കുറിച്ച് ഞാൻ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അയാളാണ്. അപ്പം നമ്മൾ അയാളെയും കൂടെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ശീലിക്കും. എനിക്ക് തോന്നുന്നു ആ ഒരു വിവേകമുണ്ടായാൽ, മനുഷ്യന് വിവേകമുണ്ടായാൽ എല്ലാം ആയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ചേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ മ്യൂസിക് ഒരു ഫ്രട്ടേണിറ്റിയിൽ അങ്ങനെ ഒരു ഐക്യമുണ്ടാവട്ടെ. ഒരുപാട് നല്ല പ്രൊഡക്ഷൻ നമ്മുടെ മലയാളികൾക്ക് എന്താ പറയുക, അഭിമാനിക്കാനും ആനന്ദിക്കാനും പാകത്തിലുള്ള ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാവട്ടെ. വന്നതിൽ എനിക്ക് മാത്രമല്ല, അതാ ഉദ്ദേശം. എല്ലാവരും ഇപ്പം ചേട്ടൻ കൂട്ടായ്മ എന്നാണ് നമ്മൾ പറഞ്ഞത്, കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. അപ്പോൾ വന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ വളരെ വളരെ സന്തോഷവതിയാണ് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനോട് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു അവയർനെസ്സും കൂടിയാണ്. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി ചേട്ടാ.
താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സുജിയുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളൊരു ഇൻ്റർവ്യൂ ഒന്നുമല്ലായിരുന്നു, ഒരു സാധാരണ രീതിയിലുള്ള സംസാരമായിരുന്നു. അപ്പോൾ എല്ലാവരും സുജിതയെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുറേ നല്ല മ്യൂസീഷ്യനാണ്, നല്ല അറിവുള്ള മ്യൂസീഷ്യനാണ്. അപ്പം കുറേ നല്ല ആർട്ടിസ്റ്റുകളുമായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് എത്തും. ഞങ്ങളെപ്പോലെ ഉള്ള മ്യൂസീഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു, നന്ദി.